വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നീയാണ് എൻ്റെ ആഗ്രഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 73 അധ്യായം 25 വാക്യം. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നീയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനക്കാരൻ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവിൽ അർപ്പിച്ചു. അവൻ്റെ ഹൃദയം വിളിച്ചു പറഞ്ഞു, ഭൂമിയിൽ നീ എൻ്റെ ആഗ്രഹമാണ്, സ്വർഗത്തിൽ നീ എൻ്റെ ആഗ്രഹമാണ്. ഈ ലോകത്തിലും പരലോകത്തിലും നിന്നോടൊപ്പം ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര വലുതും ആഴമേറിയതുമായ ആഗ്രഹം! അവൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ ആസ്വദിച്ചവർക്ക് മറ്റൊരു ആഗ്രഹവും ഉണ്ടാകില്ല, ഈ ലോകത്തിലോ നിത്യതയിലോ. ലോകവും അതിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കടന്നുപോകും, അതിൻ്റെ സമ്പത്തും മഹത്വങ്ങളും മങ്ങിപ്പോകും. മൂക്കിൽ ശ്വാസമുള്ള ഒരു വെറും മർത്യനിൽ നാം എന്തിനാശ്രയിക്കണം? ലോകത്തിൻ്റെ മഹത്വം പുല്ലുപോലെ വാടിപ്പോകുന്നു, ഒരു പുഷ്പം പോലെ വാടിപ്പോകുന്നു. അതുകൊണ്ടാണ് മറിയ ക്രിസ്തുവിനെ തൻ്റെ ഓഹരിയായി തിരഞ്ഞെടുത്തത്, അവളിൽ നിന്ന് ഒരിക്കലും എടുത്തു കളയാത്ത ഒന്ന്. ദാവീദ് യഹോവയുടെ സാന്നിധ്യത്തിനായി വാഞ്ചിച്ചു. ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു, അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ വരണ്ടതും ക്ഷീണിച്ചതുമായ ഒരു ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ജഡവും നിനക്കായി ദാഹിക്കുന്നു എന്ന്. ഇത് സങ്കീർത്തനം 63 അധ്യായം 1 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിനോടുള്ള അവൻ്റെ ആഴമായ ആഗ്രഹം നിമിത്തം ദാവീദിൻ്റെ സ്നേഹം അവനുമായി ബന്ധപ്പെട്ട എല്ലാത്തിലേക്കും, അതായത് അവൻ്റെ ആലയം, അവൻ്റെ വചനം, അവൻ്റെ ജനം എന്നിവയിലേക്കും വ്യാപിച്ചു. ദൈവത്തോടുള്ള അവൻ്റെ അഭിനിവേശം അവൻ്റെ പ്രവൃത്തി ചെയ്യാനുള്ള അവൻ്റെ പ്രതിബദ്ധതയെ ഇന്ധനമാക്കി. നീ എൻ്റെ കർത്താവാണ്, എൻ്റെ നന്മ നീയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് എൻ്റെ ആത്മാവ് കർത്താവിനോട് പറഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രേഷ്ഠരാണ്, അവരിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന്. ഇത് സങ്കീർത്തനം 16 അധ്യായം 2-3 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിനോടുള്ള അവൻ്റെ സ്നേഹവും വാഞ്ചയും നിമിത്തം ദാവീദ് അവനു വേണ്ടി ഒരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. അവൻ ധാരാളം സ്വർണവും വെള്ളിയും ദേവദാരുവും ശേഖരിച്ചു. എന്നിട്ട് പ്രഖ്യാപിച്ചു, ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുകയില്ല, എൻ്റെ കട്ടിലിൽ കിടക്കുകയില്ല. കർത്താവിനൊരു സ്ഥലവും യാക്കോബിൻ്റെ ശക്തന് ഒരു വാസസ്ഥലവും കണ്ടെത്തുന്നതുവരെ ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കമോ എൻ്റെ കൺപോളയ്ക്ക് നിദ്രയോ കൊടുക്കുകയില്ല എന്ന്. ഇത് സങ്കീർത്തനം 132 അധ്യായം 3-5 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. അവൻ്റെ ഭക്തിയുടെ ആഴം അത്രയായിരുന്നു. ദാവീദ് സ്വയം ആലയം പണിതില്ലെങ്കിലും കർത്താവ് തൻ്റെ പുത്രനായ ശലോമോനിലൂടെ അവൻ്റെ ആഗ്രഹം നിറവേറ്റി. അതെ, കർത്താവ് തൻ്റെ മക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു. ക്ഷണികമായ ഭൗമിക കാര്യങ്ങളെക്കാൾ നമ്മളുടെ ഹൃദയങ്ങളെ അവനിലും നിത്യവും ആത്മീയവുമായ നിധികളിലും ഉറപ്പിക്കുന്നത് എത്ര നല്ലതാണ്. അവനിൽ നമ്മുടെ ആഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു. എന്നേക്കും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 119 അധ്യായം 131 വാക്യം. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിച്ചിരിക്കയാൽ ഞാൻ എൻ്റെ വായ് തുറന്ന് കിഴയ്ക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ന്യായാധിപന്മാർ 19, 20, 21 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 7 അധ്യായം 31 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.